ഐവി കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസമാണെങ്കിൽ അബ്രാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാമെന്ന് ഐവിക്ക് പോണ ദിവസം. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് പറ്റിയ കേക്കൊക്കെ സെലക്ട് ചെയ്ത് മിസ്സിനോടാണെങ്കിൽ ഞങ്ങൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ മിസ് എല്ലാവരും വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അഭിരാമിയാണെങ്കിൽ നല്ല രീതിക്ക് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ആളൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കേക്ക് കട്ടിങ്. പിറ്റേ ദിവസമാണ് അഭിരാമിയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്നാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ആൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. മിസ്സുമാരുടെയും സാറുമാരുടെ കൂടെ ഒക്കെ നിന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടെ തല്ലിയായിരുന്നു അഭിരാമിയുടെ വായിൽ കേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത് ബസ്സിൽ കയറിയിട്ടായിരുന്നു. എല്ലാവരും നല്ല ധൃതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ അഭിരാമിക്ക് സർപ്രൈസ് കൊടുത്തത്. ഞങ്ങൾ പാട്ട് ഓഫ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങി. അപ്പോൾ മൂപ്പരാളെ വിചാരം ഞങ്ങൾ വെറുതെ അവളെ കളിയാക്കി വെച്ചിട്ട് മൂപ്പരാളെ ഒപ്പം പാടിയിരുന്നു ഞങ്ങൾ കൂടെ. അങ്ങനെ ഞങ്ങൾ അഭിരാമിക്ക് വാച്ചാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അഭിരാമി അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അതിൽ കൂടെ നല്ല ഹാപ്പി ആയിരുന്നു. അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.